നമസ്കാരം, ഞാൻ ദിനേശ് സവർണിക. കുറേ ദിവസമായിട്ടോ അടീനിയത്തിൻ്റെ വീഡിയോ ചെയ്തിട്ട്. ഇപ്പോൾ അടീനിയത്തിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല. നമ്മൾ അടീനിയത്തിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരാണ്. നമ്മളുടെ സുഹൃത്തുക്കൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് തന്നെയാണ് അടീനിയത്തിൻ്റെ കെയറിങ് നടത്തുന്നത്. പലപ്പോഴും ആളുകൾ പ്രൂണിങ്ങിൻ്റെ കാര്യം, റീപോർട്ടിങ്ങിൻ്റെ കാര്യം ഇതൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന ആളുകളോട് ഒരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയിട്ട് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾ മാത്രം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. നമുക്ക് വീഡിയോയ്ക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറയാം, പക്ഷെ അതൊന്നും സത്യസന്ധമായിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രൂണിങ്ങും റീപോർട്ടിങ്ങും ഒരുമിച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് ശരിയായ രീതിയല്ല. കാരണം ഒരു ചെടിയുടെ രണ്ട് ഭാഗം, ആഹാരം വലിക്കുന്ന രണ്ട് പാർട്ടുകളാണ്, ഒന്ന് റൂട്ടും ഒന്ന് ഇലകളും. ഇത് രണ്ടും കളഞ്ഞ് ചെടിയുടെ ഒരു ഉണക്ക് രീതിയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റായ രീതിയാണ്. അതിന് മാർഗങ്ങളുണ്ട്. പ്രൂൺ ചെയ്തതിൻ്റെ ശേഷം റീപോർട്ട് ചെയ്യാം, റീപോർട്ട് ചെയ്ത് വേര് പിടിച്ചതിൻ്റെ ശേഷം പ്രൂൺ ചെയ്യാം. ഏതെങ്കിലും ഒരു വഴിയിലൂടെ ആഹാരം വലിക്കാൻ ചെടികൾക്ക് കഴിയുമല്ലോ. ചെടികളുടെ ആ ലൈഫ് സ്പാൻ നീട്ടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇങ്ങനെ തെറ്റായ രീതി പല വീഡിയോയിലും കാണിക്കുമ്പോൾ നമുക്കതിൽ വിഷമമുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മളുടെ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ട് എന്നറിയുന്നത് സന്തോഷമാണ്. കാരണം കുറച്ച് ആളുകൾ കണ്ടാലും അത് വേണ്ട ആളുകളിലേക്ക് എത്തുന്നുണ്ട് എന്നറിയുന്നു. ഇപ്പം ഇന്ന് പറയുന്നത് കുറേ മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് എത്ര വളം കൊടുത്തിട്ടും എൻ്റെ അടീനിയൻ ചെടികൾക്ക് യാതൊരു വളർച്ചയില്ല. നമ്മൾ വാങ്ങുന്ന സമയത്ത് നല്ല ഗ്രോത്ത് ഉള്ള ചെടിയായിരുന്നു, ഇപ്പോൾ ഒരു തരത്തിലുള്ള വളർച്ചയില്ല. അപ്പോൾ അതിലുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ലോങ് വീഡിയോ ആണ്, എന്തായാലും ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ വാങ്ങുന്ന ചെടി വേരോട് കൂടിയ ഫ്രഷ് ചെടി, മണ്ണോട് കൂടിയ ഫ്രഷ് ചെടിയാണെങ്കിൽ ആ മണ്ണ് കളഞ്ഞിട്ട് റീപോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ കളയാണ്ട് റീപോർട്ട് ചെയ്യാം. കളഞ്ഞിട്ട് റീപോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു വെള്ളമുള്ള പാത്രത്തിൽ ഈ മണ്ണോട് കൂടി മുക്കി ആ മണ്ണ് അലിയിച്ചെടുത്ത് വേര് പൊട്ടാതെ അപ്പം തന്നെ അടുത്ത ചെടിയിലേക്ക് വെക്കാം. അടുത്ത ചട്ടിയിലേക്ക് വെച്ചിട്ട് പോട്ടിംഗ് മിക്സ് നിറയ്ക്കാം. ആ ചെടിയുടെ വളർച്ചാ ഘട്ടം ഒന്നും ഡ്രോപ്പ് ആവുന്നില്ല. ഇനി മണ്ണോട് കൂടി വെക്കുകയാണെങ്കിൽ നഴ്സറിയിൽ നിന്ന് കിട്ടിയ ചെറിയ കവറ് അല്ലെങ്കിൽ ചട്ടിയിലാണെങ്കിൽ ആ മണ്ണോട് കൂടി അതിലും വലിയ ചട്ടിയിലേക്ക് ഇറക്കി വെച്ച് ചട്ടി മാറ്റിയതിന് ശേഷം ചെടി മണ്ണോട് കൂടി എടുത്ത് അടുത്ത ചട്ടിയിലേക്ക് ഇറക്കി വെച്ച് ചുറ്റും പോട്ടിംഗ് മിക്സ് നിറച്ച് വെച്ചാലും നമുക്ക് നല്ല രീതിയിൽ വളർത്താം. ഇങ്ങനെ വളർത്തുന്ന സമയത്ത് അതിൽ പോട്ടിംഗ് മിക്സ് ഇടുമ്പോൾ നിർബന്ധമായും മണ്ണ് വേണം, മണൽ വേണം, കരിയിലയുടെ പൊടി വേണം. അതുകൂടാതെ മണൽ കിട്ടാത്ത ആളുകളാണെങ്കിൽ എംസാൻഡ് എന്ന് പറയുന്ന അതിലെ തരി മാത്രം അരിച്ചെടുത്ത് വാഷ് ചെയ്ത് അത് യൂസ് ചെയ്യാം. പിന്നെ ഇഷ്ടികയുടെ പൊടി യൂസ് ചെയ്യാം, ഓടിൻ്റെ പൊടി യൂസ് ചെയ്യാം. നല്ല ചുവന്ന മണ്ണാണെങ്കിൽ അതും ആവശ്യത്തിന് യൂസ് ചെയ്യാം. ചകിരി പരമാവധി യൂസ് ചെയ്യാതിരുന്നാൽ നല്ലത്. കാരണം നമ്മളെ കാലാവസ്ഥയിൽ ഈർപ്പം കൂടുതൽ വരുന്നത് കൊണ്ട്, വെള്ളം കൂടുതൽ, മഴക്കാലം കൂടുതലുള്ളത് കൊണ്ട് അത് നനവ് കൂടുതൽ കിട്ടി നിന്നാൽ അഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. പോളി ഹൗസിൻ്റെ ഉള്ളിലുള്ള സിസ്റ്റത്തിൽ കുഴപ്പമില്ല. അപ്പം ഇതെല്ലാം നല്ല രീതിയിൽ നമ്മൾ റീപോർട്ട് ചെയ്തു, എല്ലാം ചെയ്തതിൻ്റെ ശേഷവും ചെടിക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ, അല്ലെങ്കിൽ പുതിയ ചട്ടിയിലേക്ക് മാറ്റി വയ്ക്കുന്ന സമയത്ത് നമ്മൾ എല്ലുപൊടി കൊടുക്കാം, വേപ്പ് മണ്ണാക്ക് കൊടുക്കാം, പിന്നെ മണ്ണിര കമ്പോസ്റ്റ് കൊടുക്കാം, വാമ് കൊടുക്കാം, സീവീഡ് എക്സ്ട്രാക്ട് ജെല്ല് കൊടുക്കാം, പിന്നെ അങ്ങനത്തെ എല്ലാ ജൈവവളവും എന്ത് സാധനങ്ങളും, രാസവളം മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇടരുത് മാത്രമേ. അപ്പം ഇവർ എല്ലാ വളങ്ങളും കൃത്യമായ തോതിൽ കൊടുത്തു. എല്ലുപൊടിയൊക്കെ അത്യാവശ്യം നല്ല തോതിൽ, അതൊരു വീഡിയോയിൽ പറഞ്ഞിട്ട് എല്ലാ മാസവും എല്ലുപൊടി ഇടണം എന്ന് പറഞ്ഞിട്ട് ഇവർ എല്ലാ മാസവും എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, വളം കൊടുക്കുന്നുണ്ട്. പക്ഷെ ചെടിക്ക് യാതൊരു വളർച്ചയില്ല, വെച്ച പോലെ നിൽക്കുക, യാതൊരു വളർച്ചയില്ല എന്നുള്ളത്. അപ്പം നമ്മൾ ആദ്യം പറയും ഏത് വളം എടുത്തത് ഒക്കെ ഓരോന്നൊക്കെ ചോദിക്കും. നനയ്ക്കുണ്ടോ, നനയ്ക്കില്ലെങ്കിൽ ചെറുതായിട്ട് നനയ്ക്കാൻ പറയും, നന കൂടിയാൽ കുറയ്ക്കാൻ പറയും. ഇതെല്ലാം കൊടുക്കും. പിന്നെ നമ്മൾ എപ്പോഴും നമ്മൾ സീക്രട്ട് വളമായിട്ട് ഉപയോഗിക്കുന്ന 30-10-10, 13-27-27 ഒക്കെ 2 തവണ അപ്ലൈ ചെയ്തിട്ട് മുകളം വരുന്നുണ്ടോ എന്ന് നോക്കാൻ പറയും. ഇതൊക്കെ നോക്കാൻ പറഞ്ഞിട്ടും യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ചെടിക്ക് കാണുന്നില്ല. അതിൻ്റെ അർത്ഥം ആ ചെടി ഒരു തരത്തിലും ആഹാരം വലിക്കുന്നില്ല എന്നാണ്.
അപ്പോൾ നമ്മൾ ആദ്യം ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, അതായത് മണ്ണ് ശരി മണ്ണിൽ നിന്നൊന്നും കിട്ടുന്നില്ല എന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യുക എന്താ വെച്ചാൽ 30-10-10 ഈ ചെടിയുടെ മുരടിച്ച് നിൽക്കുന്ന ചെടിയാണെങ്കിൽ അതിൻ്റെ നാമ്പലകൾ മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ഒരു കൊമ്പിലെ ഒരു കൊമ്പിലെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൊമ്പിലെ നാമ്പലകൾ മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കി എല്ലാ ഇലഞ്ഞെട്ടി നിർത്തണം. കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയും ഒരു കൊമ്പിൽ. എന്നിട്ട് നമ്മളൊരു ഡേറ്റ് എഴുതി വെക്കും. എഴുതി വെച്ചതിൻ്റെ ശേഷം 30-10-10 ഒരു ഡേറ്റിന് സ്പ്രേ ചെയ്യും. 7 ദിവസം കഴിഞ്ഞാൽ വീണ്ടും സ്പ്രേ ചെയ്യും. 7 ദിവസം കഴിഞ്ഞാൽ വീണ്ടും സ്പ്രേ. അങ്ങനെ 3 തവണ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അവരോട് ചോദിക്കുകയാണ്, ഈ ഇലയൊക്കെ വെട്ടി നിർത്തിയ ആ കൊമ്പിൻ്റെ അഗ്രമുകുളം പുതുതായിട്ട് നാമ്പ് എടുക്കുന്നുണ്ടോ നോക്കും. അങ്ങനെ നാമ്പ് എടുക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പിക്കാം ഇല വഴി ആഹാരം സ്വീകരിക്കുന്നുണ്ട്, വേര് വഴി ആഹാരം സ്വീകരിക്കില്ല. കാരണം വേരിലെല്ലാം നല്ലോണം വളമൊക്കെ കൊടുത്തിട്ടുണ്ട്, എന്നിട്ടും ആഹാരം സ്വീകരിക്കുന്നില്ല. എന്തായിരിക്കും അതിൻ്റെ റീസൺ? എത്ര വളം കൊടുത്തിട്ടും, കടക്കിൽ എത്ര വളം കൊടുത്തിട്ടും ചെടി വളരുന്നില്ല. അതായത് നമ്മളെ മണ്ണിന്റെ ദോഷമാണ്. മണ്ണിന് ഈ വളങ്ങളെ നമ്മൾ കൊടുക്കുന്ന എല്ലുപൊടി, വേപ്പ് മണ്ണാക്ക്, മണ്ണിര കമ്പോസ്റ്റിനെ ഒന്നും ചെടി നേരിട്ട് എടുക്കുന്നില്ല. ചെടിയുടെ വേര് വായ തുറന്ന് എടുക്കുകയൊന്നും ചെയ്യില്ല. ഈ ചെടിയിൽ നിന്ന് കൊടുക്കുന്ന വളങ്ങളെ ചെടിക്ക് വലിച്ചെടുക്കുന്ന ലായക രൂപത്തിൽ ലയിപ്പിച്ചിട്ട്, മണ്ണിൽ ലയിപ്പിച്ച് ലായക രൂപത്തിലാക്കിയിട്ട് ചെടിയുടെ വേരുകൾ അതിനെ എടുക്കുകയാണ് ചെയ്യുക. വെള്ളം രൂപത്തിൽ അത് വലിച്ചു മെല്ലെ എടുക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ ഈ നമ്മൾ കൊടുക്കുന്ന എല്ലുപൊടിയെയും മറ്റു വളങ്ങളെയും മണ്ണിൽ വെച്ചിട്ട് ചെടികൾക്ക് വലിച്ചെടുക്കുന്ന രൂപത്തിലാക്കുന്നത് ബാക്ടീരിയകളാണ്. അപ്പൊ നിങ്ങൾ എടുത്ത മണ്ണിൽ ബാക്ടീരിയകളുടെ സാന്നിധ്യം തീരെ ഇല്ല എങ്കിൽ നമ്മൾ എന്ത് വളം കൊടുത്താലും അത് വളരില്ല. അപ്പൊ ഇവിടുന്ന് എങ്ങനെയാ ബാക്ടീരിയ അതിൽ ഉണ്ടോ ഇല്ലയെന്ന് അറിയാച്ചാൽ, നമ്മൾ എടുക്കുന്ന മണ്ണ് പറമ്പിൽ നിന്ന് പ്ലാസ്റ്റിക് കത്തിച്ച സ്ഥലമോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് കൊണ്ടിട്ട സ്ഥലത്തു നിന്നുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ ഒരു പുല്ല് പോലും മുളയ്ക്കാത്തൊരു സ്ഥലത്തു നിന്നുള്ള മണ്ണോ ഒക്കെയാണ് നിങ്ങൾ ഇതിൽ ഉപയോഗിച്ച് വെച്ചാൽ അതിൽ ബാക്ടീരിയകളില്ല. നമ്മൾ മണ്ണ് നശിച്ചു പോവുകയാണ്. കൃഷിയിടത്തുനിന്നല്ല, വെറുതെ പറമ്പിൽ നിന്ന് കുറച്ച് മണ്ണെടുത്തു. ഇപ്പൊ അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഈ മണ്ണിൽ ബാക്ടീരിയകളുടെ സാന്നിധ്യം കൂട്ടാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്, അല്ലെങ്കിൽ സൂക്ഷ്മജീവികളുടെ സാന്നിധ്യം കൂട്ടാൻ ഉപയോഗിക്കുന്ന സാധനം. ഒന്ന് വാമ് കൊടുത്തിട്ടുണ്ട് വെച്ചാൽ ചെടി നല്ല രീതിയിൽ എന്ത് ചെയ്യും, വളരും. വേര് വളർച്ച ധാരാളം കിട്ടും. വാമ് കൊടുത്താൽ വേര് പടലങ്ങൾ ശക്തിയാവും, ദൃഢമാവും. ഈ വാം എന്ന് പറഞ്ഞ ഒരു സൂക്ഷ്മാണുക്കള, അത് വേര് പടലങ്ങളുടെ ഉള്ളിലേക്ക് കയറിയിട്ട് വേരിനെ ശക്തി കൂട്ടി, വേരിന്റെ വിസ്തീർണം കൂട്ടി ചെയ്യുന്ന. അപ്പൊ അത് ഒരു കാര്യത്തിൽ അവിടെ നിൽക്കും വാമ്. രണ്ടാമത് സീവീഡ് എക്സ്ട്രാക്ട് ജെല്ലും ഹ്യൂമിക് ആസിഡും പിന്നെ നമ്മളെ കരിയിലകളുടെ പൊടിയും കൂടി ചേരുമ്പോൾ അത് ഈ സീവീഡ് എക്സ്ട്രാക്ട് ജെല്ലും ഈ സാധനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ചെടിയുടെ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിക്കും. പക്ഷെ അപ്പോഴും ഇതിൽ ഫലഭൂയിഷ്ഠത വർദ്ധിക്കുക പറഞ്ഞാൽ ബാക്ടീരിയകളുടെ സാന്നിധ്യമാണ്. ഇതിൽ ബാക്ടീരിയകളായിട്ട് സാധനങ്ങളൊന്നും ഇല്ലാത്തൊരു അവസ്ഥയിലുള്ള മണ്ണാണെങ്കിൽ പിന്നെ നമുക്ക് ഈ നമ്മൾ എന്ത് ഇപ്പോൾ സീവീഡ് എക്സ്ട്രാക്ട് ജെല്ല് കൊടുത്താലും അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. അത് പിന്നെ ചാണകപ്പൊടി ഇട്ട ബാക്ടീരിയകളുടെ സാന്നിധ്യം കൂടും. അപ്പൊ നമ്മൾ മെഷീനിൽ വളരെ വെയിലത്തിട്ട് ഉണക്കിയതോ മെഷീനിൽ പൊടിച്ച ചാണകപ്പൊടി ആണെങ്കിൽ ബാക്ടീരിയകളുടെ സാന്നിധ്യമൊക്കെ വളരെ കുറവായിരിക്കും. കുറച്ച് ഉണക്കിയ ചാണകപ്പൊടിയിൽ ബാക്ടീരിയ വന്നിട്ട് വേണം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മളുടെ മണ്ണിൽ ബാക്ടീരിയകളുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യാവുന്നത് ഏതെങ്കിലും കൃഷിയിടത്തിലെ കുറച്ച് മണ്ണ്, നന്നായി കളകളൊക്കെ വരുന്ന സ്ഥലത്തെ മണ്ണ് അല്ലെങ്കിൽ കൃഷിയിടത്തിലെ കുറച്ച് മണ്ണ് ഇതിൽ കൊണ്ടിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഒന്ന് ചെയ്യാൻ. അതൊക്കെ പ്രായോഗികമായി നടക്കുമോ എന്നുള്ളത് പലപ്പോഴും തോന്നാം. അപ്പൊ അതിനുപയോഗിക്കാൻ പറ്റിയ കുറെ സാധനങ്ങളാണ് നമ്മളെ ബാക്ടീരിയ കൾച്ചറുകളാണ് കേട്ടോ. ഇത് ഫോസ്ഫോലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫോസ്ഫറസ് ബാക്ടീരിയ കൾച്ചറാണ്. നമ്മളെ യൂണിവേഴ്സിറ്റികളും പുറത്തുള്ള കമ്പനികളൊക്കെ ഇത് ഉൽപ്പാദിപ്പിക്കുന്ന വലിയ കൃഷിയിടങ്ങളിലേക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇത് 3 ബാക്ടീരിയകളാണ്. ഇപ്പൊ ഞാൻ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മേടിച്ചായിരുന്നു. ഒന്ന് അസറ്റോബാക്ടർ, നൈട്രജൻ ഫിക്സേഷൻ ബാക്ടീരിയ ഉണ്ടായിരുന്നു. പിന്നെ ഫോസ്ഫറസിന്റെ ബാക്ടീരിയ ഫോസ്ഫോലിൻ, പിന്നെ പൊട്ടാഷ് ബാക്ടർ എന്ന് പൊട്ടാഷ് രൂപത്തിൽ ചെടികൾക്ക് വലിച്ചെടുക്കാൻ രൂപത്തിലാക്കി. ഇങ്ങനെ 3 ബാക്ടീരിയകളുണ്ട്. ഈ ബാക്ടീരിയകൾ പൊതുവെ ഇതൊന്നും നമ്മൾ ഒഴിക്കേണ്ട, നമ്മളെ മണ്ണിൽ ഉണ്ടാവണ്ട. അപ്പം മണ്ണ് കേടായതുകൊണ്ട് ബാക്ടീരിയകളുടെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് വളം കൊടുക്കും, ഇപ്പം തെങ്ങിനാവട്ടെ, മാവിനാവട്ടെ, പ്ലാവിനാവട്ടെ, പച്ചക്കറികൾക്കാവട്ടെ, എത്ര വളം കൊടുത്താലും അത് ചെടി വലിച്ചെടുക്കുന്നില്ല.
ആ ഒരു പ്രശ്നമുള്ള സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് ഇങ്ങനത്തെ ബാക്ടീരിയ കൾച്ചറുകൾ. നിങ്ങൾ അന്വേഷിക്കുക. ഇതിൽ നമ്മൾ ചെയ്യുന്നത് എന്താ അറിയോ, ഈ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പുതുതായി കൃഷി ചെയ്യുന്ന സമയത്തോ തുടക്കത്തിൽ നൈട്രജൻ ബാക്ടീരിയയും ഇത് ഫോസ്ഫറസ് ആണ്, നൈട്രജൻ ബാക്ടീരിയയും ഫോസ്ഫറസ് ബാക്ടീരിയയും ഈ ഒരു 1/2 സ്പൂൺ എടുത്തിട്ട് തണുത്ത കഞ്ഞിവെള്ളമോ ചാണകത്തിന്റെ വെള്ളമോ അല്ലെങ്കിൽ സീവീഡ് എക്സ്ട്രാക്ട് ജെല്ലോ അല്ലെങ്കിൽ നമുക്ക് ജീവാമൃതം മഞ്ചകം ഇങ്ങനെ കിട്ടും, ഇതൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ചേർത്തിട്ട് ഇതിലേക്ക് ഈ ചെടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തണുപ്പുള്ള സമയത്ത് ഈ വൈകുന്നേര സമയത്ത് കൊടുത്താൽ മതി. മണ്ണിൽ ലയിച്ചാണ് ചേർന്നാൽ പിന്നെ അടുപ്പിച്ചൊരു 3-4 ദിവസം ചെറുതായി നനവ് കൊടുക്കണം എന്നുള്ളൂ. ഈ ബാക്ടീരിയ മണ്ണിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബാക്ടീരിയ പണി ചെയ്തോളും. അവരുടെ പണി എന്താ, അവർ ഈ എല്ലുപൊടിയുടെയും മറ്റു വളങ്ങളുടെയും മേലേക്ക് കയറിയിട്ട് അതിനെ ബാക്ടീരിയകൾ അവയെ ദ്രവിപ്പിച്ച് നമുക്ക് ചെടിക്ക് വലിച്ചെടുക്കാനുള്ള രൂപത്തിലാക്കി തരും. അങ്ങനെ രൂപത്തിലാക്കി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ നമ്മൾ വാമിൻ്റെ ഒക്കെ പ്രവർത്തനം കാരണം വേരൊക്കെ നന്നായി ഉണ്ടാവും, ആ വേര് ഈസി ആയിട്ട് വലിച്ചെടുക്കും, ചെടി വലുതാവും. അപ്പം മണ്ണിൽ ബാക്ടീരിയകളുടെ സാന്നിധ്യം ഉണ്ടോ ഇല്ലേ എന്നറിയണമെങ്കിൽ ഈ വളർച്ചാ ഘട്ടം നോക്കിയാൽ അറിയാം. അതിന് ഉപയോഗപ്പെടുത്താവുന്ന സാധനമാണ് ഈ 3 ബാക്ടീരിയ കൾച്ചറുകൾ. ഈ ബാക്ടീരിയ കൾച്ചറുകളുടെ യഥാർത്ഥം ഞാനൊക്കെ എല്ലാ ചെടിയിലും, എൻ്റെ നഴ്സറിയിലെ ചെടിയിലും പിന്നെ അടീനിയത്തിലും ഇതിനൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. കാരണം എന്താ അറിയോ, നമ്മൾ ഓവർ വെയിലത്തിരിക്കുന്ന ചെടിയാണെങ്കിൽ അതൊക്കെ ഒരുവിധം കഴിഞ്ഞാൽ മണ്ണിലെ ബാക്ടീരിയകളൊക്കെ കുറേയൊക്കെ നശിക്കും. അടിയിൽ ഈർപ്പം ചെറുതായിട്ടുണ്ടാവും ഏത് ചട്ടിയായാലും. എന്നാലും നമ്മളൊരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് നനച്ചതിന് ശേഷം അതിൽ ഈ ബാക്ടീരിയ കൾച്ചർ ഒഴിച്ചു കൊടുക്കും, മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കും. പിന്നെ പൊട്ടാഷ് ബാക്ടറിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പൂവിടുന്ന സമയത്തിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് നമ്മൾ പൊട്ടാഷ് വളങ്ങൾ ഇപ്പോൾ പിന്നെ എന്താ പറയുക വെണ്ണീർ പോലത്തെ സാധനങ്ങൾ അല്ലെങ്കിൽ മറ്റു പൊട്ടാഷുകൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഇതാണ്. ഇതൊക്കെ ഓർഗാനിക് പർപ്പസിന് കൂടുതലായിട്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ സാധനങ്ങൾ ഉണ്ട്. ഇതാണ് ഈ ബാക്ടീരിയകളാണ് നമുക്ക് വളങ്ങളെ നമുക്ക് ചെടികൾക്ക് വലിച്ചെടുക്കാനുള്ള രൂപത്തിലാക്കുന്നത്. അപ്പോൾ അവരുടെ ചെടികൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് കോമൺ ആയിട്ട് എല്ലാവർക്കും വേണ്ടിയാണ് പറഞ്ഞത്. ഈ നിങ്ങളുടെ ചട്ടിയിൽ സൂക്ഷ്മാണുക്കൾ ഇല്ലെങ്കിൽ എന്ത് വളം കൊടുത്താലും വളർച്ചയില്ലാതെ നിൽക്കും. അതിന് ആദ്യം ഒരു പരീക്ഷണം, ആ പരീക്ഷണം നടത്തിയതിൻ്റെ ശേഷം നിങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങൾ അപ്ലൈ ചെയ്യുക, നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. ഇത് അടീനിയത്തിൻ്റെ മാത്രമല്ല, അടീനിയം സ്നേഹികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കാരണം കഴിഞ്ഞ ദിവസം ഒരു ആളുടെ ഫോട്ടോ അയച്ചു തന്നിരുന്നു, മടിച്ച് നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ കുറേ മുന്നൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു, ചെടി ഒരു വളർച്ചയില്ലാതെ നിൽക്കുന്നു. അപ്പോൾ രണ്ടും എനിക്ക് ആ സമയത്തൊന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഈ വിവരം ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നമ്മുടെ ചാനൽ അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു.